ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കാർത്തികയെയും കാർത്തികയുടെ അമ്മയെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ കാർത്തികയുടെ അമ്മ ചോദിക്കുകയാണ്, ഇനി മഹിളാ സമാജത്തിൽ പങ്കെടുക്കാനുള്ള കുട്ടികളെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. താലപ്പൊലി കൂടി വേണം കല്യാണിയെ സ്വീകരിക്കാൻ. അതിന് വേണ്ട പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കും സന്തോഷമാകണം. കാർത്തിക പറയാണ്, അത്യാവശ്യം മറ്റുള്ളവരൊക്കെ കാണും. അമ്മ തന്നെയാണ് അവർക്ക് വേണ്ട സമ്മാനം കൊടുക്കേണ്ടത്. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം, ലക്ഷ്മി പറയാം. നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, എങ്കിലും എനിക്കൊരു കുറ്റബോധമുണ്ട് കാർത്തിക. നമ്മൾ പ്രകാശിനെയും വിക്രത്തെയും ഒക്കെ സഹായിക്കുന്നതിൽ അവൾക്കും അവളുടെ കുടുംബത്തിനും ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. പിന്നീട് അത് സന്തോഷമായിട്ട് മാറുമെങ്കിലും അവൾ വലിയ വിജയങ്ങൾ നേടി തിരിച്ചു വരുമ്പോൾ അവൾക്ക് അർഹതപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും വേണം. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ലല്ലോ. ഒരു കാരണവശാലും പറ്റില്ല. അമ്മയായിട്ട് ബന്ധമുള്ള ആരും ഈ പരിസരത്ത് പോലും കാണരുത്, കാർത്തിക പറയാം. ഈ നാടകത്തിനൊരു ക്ലൈമാക്സ് ഉണ്ട്, അതുവരെ മൂടി വെക്കേണ്ടതൊക്കെ മൂടി വെച്ചേ പറ്റൂ. അപ്പോൾ അമ്മ പറയാണ്, ആൾക്കാരെയൊക്കെ ഒപ്പിച്ചു തന്നാൽ എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ മോള് മുതിർന്ന കുട്ടിയാകുന്നത് വരെ ഞാൻ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയും അവളുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണേ. അതൊക്കെ ഒരു കളക്ഷനായിട്ട് സൂക്ഷിക്കണം. എന്തായാലും ഹോള് ഓക്കെയാ, ഇനി ബാക്കിയുള്ളതും കൂടി ഓക്കെ ആയാൽ മതി, കാർത്തിക പറയാം. എയർപോർട്ടിൽ നിന്ന് കിരൺ അവളെ പിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവളെ വിളിച്ചു കൊണ്ടുവരാം. ശരി മോളെ, വാ നമുക്ക് പോകാം. അങ്ങനെ കിരണും ക്രിസ്റ്റീനയും അവിടെ ഉണ്ട്. അപ്പോൾ കിരൺ പറയാണ്, അങ്ങനെ വലിയ പ്രോപ്പർട്ടിയൊന്നും എടുക്കാതെ തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ സാർ, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അവർ അതും പറഞ്ഞിട്ട് പോയി. പിന്നെ കിരണും ക്രിസ്റ്റീനയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ക്രിസ്റ്റീനയോട് കിരൺ പറയാണ്, നമുക്ക് കിട്ടേണ്ട പല പ്രോജക്റ്റുകളും LK കൺസ്ട്രക്ഷൻ്റെ സ്വന്തമാക്കി. ആ സമയത്ത് ഇതൊരു വലിയ ആശ്വാസമാണ് ക്രിസ്റ്റീന. അതിന് ക്രിസ്റ്റിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ സാർ? ഇതിന് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം ക്രിസ്റ്റിക്കും അവകാശപ്പെട്ടതാണ്. ഒരിക്കലും വേണ്ട സാർ, എനിക്കെൻ്റെ സാലറി തന്നെ ധാരാളമാണ്. അത് കൃത്യമായി കിട്ടുമെന്നും എനിക്കറിയാം. ഇന്നിനി അതിൻ്റെ ഷെയറിംഗ് ഒന്നും വേണ്ട സാർ. അതല്ല, ഞങ്ങളങ്ങനെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റി കൊണ്ടുവന്ന കസ്റ്റമേഴ്സ് പോലും അത് നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവരെന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോട്ടെ സാർ, പക്ഷേ എനിക്കതൊന്നും വേണ്ട. ഒന്നാമത് സാറ് വലിയ ലാഭം പ്രതീക്ഷിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഫീൽഡ് പിടിച്ചെടുക്കാൻ പലപ്പോഴും അതൊക്കെ ആവശ്യമായി വരും. ഇത് കൈക്കൂലിയൊന്നുമല്ലല്ലോ, കിരൺ പറയാം. ക്രിസ്റ്റിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതെനിക്ക് വേണ്ട സാർ. ദയവ് ചെയ്ത് സാർ എന്നെ നിർബന്ധിക്കരുത്. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പോവാം. കിരൺ പിന്നെ ഫോണും എടുത്ത് പോവാണ്. എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ടടാ ഭാര്യ സ്നേഹി, എന്നാൽ നിൻ്റെ മനസ്സ് പിടിച്ചെടുക്കാൻ ഇതൊക്കെ വേണം. അപ്പോഴാണ് കല്യാണിക്കൊരു മെസ്സേജ് വന്നത് കണ്ടത്. ഞാൻ ക്രിസ്റ്റീനയാണ്, പുതിയ സ്റ്റാഫ്. ഇപ്പോൾ അദ്ദേഹം ഒരു മീറ്റിങ്ങിലാണ്. എന്നിട്ട് കിരൺ പറയാണ്, എൻ്റെ ഭാര്യ ഇതുവരെ വിളിച്ചിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നോ? ഇടയ്ക്ക് കോൾ വന്നിരുന്നു, ക്രിസ്റ്റീന പറയാം. വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എത്ര പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയാലും എൻ്റെ വൈഫിൻ്റെ കോൾ വരുമ്പോൾ അതെന്നോട് പറയാതിരിക്കരുത്. എന്തൊരു സ്നേഹം! ഇതുകൊണ്ടാണ് മുരുകൻ എന്നോട് പറഞ്ഞത് ഇവരെ തമ്മിൽ പിരിക്കാൻ പറ്റില്ലെന്ന്. ഈ സ്നേഹത്തിന് ഞാൻ അറുതി വരുത്തും. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണി അത് തന്നെ ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. ആ മെസ്സേജ് വന്നത്. അപ്പോഴാണ് കിരൺ വിളിക്കുന്നത്. കിരണേട്ടാ, മോളെ നീ വിളിച്ചത് ഞാൻ അറിഞ്ഞിരുന്നില്ല. സാരില്ല കിരണേട്ടാ. ആരുണ്ട്? ക്രിസ്റ്റി പുതിയ ആളല്ലേ, അവൾക്കറിയില്ല നമ്മളെ കാര്യങ്ങൾ. ഇനി നീ എപ്പോൾ വിളിച്ചാലും എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് വരും. അതെനിക്ക് മനസ്സിലാവും. എങ്ങനെയുണ്ട് പുതിയ സ്റ്റാഫ്? കൊള്ളാം. അവളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. എങ്കിലും നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയൊക്കെ മതി എന്ന് കരുതി അവളെ വഴക്ക് പറയൊന്നും ചെയ്യരുത്. അവളുടെ കെയർ ഓഫിലാണല്ലോ ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് വന്നത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നീ സംസാരിക്കാനായിട്ട് വിളിക്കുമ്പോൾ നിന്നെ നിരാശപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നീ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. കല്യാണിക്ക് ചിരി വരികയാണ്. ആ സമയത്ത് നീ വിളിക്കുമ്പോൾ നമുക്ക് പരസ്പരം നമ്മുടെ ശബ്ദം കേൾക്കാൻ കഴിയണം. എന്തായാലും പോയ കാര്യം നടന്നല്ലോ, ഡീൽ ഉറപ്പിച്ചല്ലോ അല്ലേ? ഏതാണ്ട്
പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത്. എന്നെ നാട്ടിൽ നിന്ന് മഹിളാ സമാജത്തിൽ നിന്ന് വിളിച്ചിരുന്നു. ലക്ഷ്മി എന്നൊരു ആൻറ്റിയാണ് വിളിച്ചത്. അവർ മറ്റന്നാൾ എനിക്കൊരു സ്വീകരണം തരുന്നുണ്ട്. ആഹാ, അവർ എയർപോർട്ടിൽ വന്നിട്ട് എന്നെ പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ആ, അതൊന്നും വേണ്ട, ഞാൻ തന്നെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് സ്വീകരണത്തിന് പോകാം. കിരണേട്ടൻ ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല. ഞാൻ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. നീ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണണം. ഞാൻ വന്നോളാം. ശരി കിരണേട്ടാ. അവരുടെ ഫോൺ സംഭാഷണം കേട്ട് ക്രിസ്റ്റി അപ്സെറ്റായിരിക്കുക. പിന്നെ ക്രിസ്റ്റിയും രാഹുലും ഒരു റെസ്റ്റോറൻറ്റാണുള്ളത്. അവിടുന്ന് കൂൾ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ക്രിസ്റ്റിയോട് പറയാണ്, മറ്റന്നാൾ അവൾ ഡൽഹിയിൽ നിന്നും വന്നു എന്നാണ് പറയുന്നത് കേട്ടത്. ആ, കല്യാണി, അതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഞാൻ 3 മാസത്തെ സമയം ചോദിച്ചിട്ട് 3 ദിവസം കൊണ്ട് എല്ലാം ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ് സാർ. അത് അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കല്യാണി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കിരണുമായി മാക്സിമം അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അയാൾക്ക് എന്നെ ഇപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. അതുപോലെ അയാൾക്കൊരു ഡസൻ ഓർഡറാണ് ഞാൻ പിടിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം കിരണിൻ്റെ വിശ്വാസം നേടിയെടുക്കണം. അത് കഴിഞ്ഞ് വേണം നമ്മുടെ പ്ലാൻ തുടങ്ങാൻ. സാറിനറിയാലോ എന്നേക്കാൾ കൂടുതൽ. അവരുടെ ഹൃദയങ്ങൾ ഒന്നാ. അങ്ങനെ ഒന്നിച്ച ഹൃദയങ്ങളെ വേണം വേർപെടുത്തി എടുക്കാൻ. അതത്ര നിസ്സാരമായ കാര്യമല്ല. ഒരു കാര്യം കൂടി നീ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ. കിരണിനെ കീഴ്പ്പെടുത്താൻ സമ്പത്ത് കൊണ്ട് സാധിക്കില്ല. അവൻ സ്നേഹത്തിന് മുമ്പിൽ മാത്രമേ തോറ്റു തരൂ. അതുകൊണ്ട് അവനെ സ്നേഹിച്ച് വശത്താക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇന്ന് ഞാൻ അയാൾക്ക് പിടിച്ചു കൊടുത്ത ബിസിനസ്സിന് ലക്ഷങ്ങൾ കമ്മീഷൻ തരണം. അത് കിരൺ പറയുകയും ചെയ്തു. പക്ഷേ ഞാനത് നിരസിച്ചു. അതൊക്കെ അയാൾ വലിയ മതിപ്പുളവാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കല്യാണിയേക്കാൾ ഗ്ലാമറില്ലേ സാർ എനിക്ക്. ഞാൻ കുറേ കൂടി മോഡേൺ അല്ലേ. അവിടെ നിനക്ക് തെറ്റി ക്രിസ്റ്റീന. അവന് നാടൻ പെൺകുട്ടികളോടാണ് താല്പര്യം. കല്യാണി തനി നാടൻ പെൺകുട്ടിയായിരുന്നു. വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവൾ, സംസാരിക്കാത്തവൾ. എന്നിട്ടും അവൻ അവളിൽ മേന്മ കണ്ടെത്തിയത് അവളൊരു ഗ്രാമീണ പെൺകുട്ടിയായതുകൊണ്ട് മാത്രം. പിന്നെ അവനെ സ്വാധീനിക്കാൻ പറ്റിയ മറ്റൊരു ഘടകമാണ് പാചകം. നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അവൻ അതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും മറക്കത്തില്ല. ശരി സാർ, സാറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നാൽ മാത്രം മതി. ഞാൻ അതുപോലെ മുന്നോട്ട് പോയിക്കോളാം. എന്തായാലും സാറിന് തന്ന വാക്ക് വാക്കാം. കല്യാണിയെയും കിരണിനെയും തമ്മിൽ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ തെറ്റിച്ചിരിക്കും. പിന്നെ സാറിൻ്റെ മകളെ അയാളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതൊക്കെ സാറിൻ്റെ മിടുക്ക് പോലിരിക്കും. അതും പറഞ്ഞ് ക്രിസ്റ്റീന അവിടെ നിന്ന് എണീറ്റ് പോയി. പിന്നെ കാണിക്കുന്നത് കാർത്തികയും പ്രകാശിനെയുമാണ്. പ്രകാശനും കാർത്തികയും പോവുകയാണ് വണ്ടിയിൽ. അപ്പോൾ കാർത്തിക പറയാണ് പ്രകാശനോട്, അമ്മ അടുത്ത മാസം ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് വരുന്നത്. ഇപ്പോൾ എന്നെ കാണാനൊന്നുമല്ല അമ്മയ്ക്ക് താല്പര്യം, വേറൊരാളെ കാണാനാ. അപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ്, അതാരാ? കാർത്തിക, അതാരാണെന്ന് അറിയില്ലേ? പ്രകാശൻ അപ്പോഴേക്കും ബ്രേക്ക് പിടിച്ചു. അപ്പോൾ കാർത്തിക പറയാണ്, എന്താ അച്ഛന് ചമ്മലുണ്ടോ? പിന്നെ വണ്ടി നിർത്തിയിട്ട് പ്രകാശൻ അതിൽ നിന്ന് ഇറങ്ങുകയാണ്. കാർത്തികയും ഇറങ്ങി. പ്രകാശൻ എന്നിട്ട് വിക്കി പറയാണ്, പെട്ടെന്ന് ഈ കായലൊക്കെ കണ്ടപ്പോൾ ഇറങ്ങി ഒന്ന് പുറത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അവന് നല്ല ചിരിയും സന്തോഷം വരികയാണ്. എന്നിട്ട് പറയാണ്, അല്ല മോളെ, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. അതുകൊണ്ട് അമ്മ വന്നു കഴിഞ്ഞാൽ ഒരു രജിസ്റ്റർ മാരേജിനെ കുറിച്ച് ആലോചിക്കാം അല്ലേ? എനിക്കും അമ്മയ്ക്കും അത് സന്തോഷം തന്നെയാണ്. പക്ഷേ വിക്രത്തോട് അതിനെപ്പറ്റി ചോദിക്കണ്ടേ അച്ഛാ? ചോദിക്കണം. അതെ ചോദിക്കണം. അവന് എതിർപ്പുണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ അവൻ്റെ വിവാഹ ബന്ധങ്ങളെല്ലാം പൊളിഞ്ഞു പോയല്ലോ. അപ്പോൾ അവനൊരു പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായേനെ അല്ലേ? അതെ, അവനിങ്ങനെ കുടുംബമൊന്നുമില്ലാതെ നിൽക്കുമ്പോൾ അച്ഛന് ഞാനിങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിക്കുന്നത്, അതാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അത് ശരിയാണോ എന്നുള്ളൊരു അതുകൊണ്ടാണ് വിക്രത്തോട് ചോദിക്കാൻ പറഞ്ഞത്. എനിക്കിനി എൻ്റെ അമ്മയെ നിരാശയാക്കാൻ പറ്റില്ല. പ്രകാശം മനസ്സിൽ ചിന്തിക്കുക, എൻ്റെ മോൻ അങ്ങനെ എതിർക്കാനൊന്നും പോകുന്നില്ല. ഇത് അവൻ്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, അച്ഛനെന്താ ആലോചിക്കുന്നത്? ഞാൻ മോള് പറഞ്ഞതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥയാണ്. എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടണേ എന്നാണ് എൻ്റെ ആഗ്രഹം.
എൻ്റെ മനസ്സ് കണ്ടിട്ടെന്ന പോലെയാ എൻ്റെ അച്ഛനെ പോലെ ഒരാളെ ദൈവം കൊണ്ടുതന്നത്. ഇനി അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എൻ്റെ മോൻ അങ്ങനെ എതിർക്കാനൊന്നും സാധ്യതയില്ല. അങ്ങനെ എതിർക്കാൻ ശ്രമിച്ചാൽ തന്നെ ഞാനത് അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരു കാര്യം ഉറപ്പിച്ചോ, മോളുടെയും മോളുടെ അമ്മയുടെയും ഇഷ്ടത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായിരിക്കും ഞാനും എൻ്റെ മോനും. അമ്മയ്ക്ക് ഒരുപാട് മോഹം കൊടുത്തതുകൊണ്ടാണ് എനിക്കിത്രയും വിഷമം. മോളെ വിഷമിക്കേണ്ട കാര്യമില്ല. മോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് ഉറപ്പായിട്ടും ഞങ്ങൾ നടത്തിയിരിക്കും. ഓണത്തിന് അച്ഛൻ കൊടുത്ത സാരി ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാ വിശേഷ ദിവസങ്ങളിലും അമ്മ അതെടുത്തോണ്ടാണ് പുറത്ത് പോകുന്നത്. അതൊരു അമൂല്യ നിധി പോലെയാണ് അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പ്രകാശനൊന്ന് മുഖമൊക്കെ ഇങ്ങനെ തടകിയിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ കാർത്തിക ആ നല്ല സന്തോഷത്തിൻ്റെ മുഖം മാറ്റി ദേഷ്യത്തിൻ്റെ ഒരു മുഖമാക്കിയിരിക്കുകയാണ്, കാര്യം പഴയതൊക്കെ ഓർത്തിട്ട്. അപ്പോൾ പ്രകാശൻ പറയാണ്, അതല്ല മോളെ, അടുത്ത് തന്നെ എനിക്ക് മോളുടെ അമ്മയെ കാണണം എന്നാണ് ആഗ്രഹം. അങ്ങനെ കാണും. അമ്മയുടെ ഇപ്പോഴത്തെ എല്ലാ ദിവസവും തുടങ്ങുന്നത് ഷെൽഫ് തുറന്ന് ആ സാരി നോക്കിക്കൊണ്ടാ. എന്ന് വെച്ചാൽ അമ്മയുടെ നിത്യേനുള്ള കണി അതാ. പ്രകാശ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് അവിടെ. ആ സമയത്ത് കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓണക്കോടി മേടിക്കാൻ വേണ്ടി ഞാനും പ്രകാശനും ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ ആ സമയത്ത് അയാൾ സെലക്ട് ചെയ്ത് തന്നതാ. ഇതും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ അമ്മ അപ്പം തന്നെ വലിച്ച് വേസ്റ്റ് ബാസ്ക്കറ്റിൽ എറിഞ്ഞ് ആ സാരി. അതാണ് ആ സമയത്ത് കാർത്തികയ്ക്ക് മനസ്സിൽ ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ മോള് പറഞ്ഞ് ഇപ്പോൾ എന്നേക്ക് അമ്മയെ കാണാനുള്ള ആഗ്രഹം മോളെക്കാളും കൂടുതൽ എനിക്കാ. പക്ഷേ മോളുടെ അമ്മയുടെ ഒരു ഫോട്ടോ പോലും എനിക്കിതുവരെ അയച്ചു തന്നില്ല. അത് നിങ്ങൾ രണ്ടുപേരും കാണുന്നത് വരെ ഞാൻ മറച്ചു പിടിക്കും. അതുവരെ അച്ഛൻ അമ്മയുടെ മുഖം മനസ്സിൽ സങ്കല്പിക്കും. ഇതൊരു വല്ലാത്തൊരു വാശിയാണല്ലോ. ഇതെനിക്ക് വാശി തന്നെയാണ്. എൻ്റെ അമ്മ സുന്ദരിയാ എന്നേക്കാളും. അത് മാത്രം അച്ഛൻ ഇപ്പോൾ അറിഞ്ഞാൽ മതി. എനിക്ക് സുന്ദരിയെ മതി. ഇപ്പോൾ വിക്രത്തിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ച് അമ്മയ്ക്ക് സുഖവും സന്തോഷവും കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ വിക്രം ആഗ്രഹിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുവച്ചാ. ഒരു കാര്യം ഉറപ്പിച്ചോ, മോളെയും മോളുടെ അമ്മയെയും ഒരു കാരണവശാലും ഞാൻ നിരാശപ്പെടുത്തില്ല. പ്രകാശൻ അതും പറഞ്ഞ് വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ കാർത്തികയും പിന്നാലെ പോയി ഇരുന്നു. എന്നിട്ട് പറയാണ്, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച മോളെ, എന്നും കഷ്ടകാലം വരുന്നവർക്ക് ഒരു നല്ല കാലം ഉണ്ടാവും. എൻ്റെ ശുക്രദശ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മോളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതൊരു ഭാഗ്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറ്. എനിക്കിപ്പോൾ 2 മക്കളാണുള്ളത്. ഒന്ന് എൻ്റെ മോനും ഒന്ന് എൻ്റെ കാർത്തിക മോളും. പിന്നെയുണ്ട് പുറമ്പോക്കായ എൻ്റെ ഭാര്യയും 2 പെൺമക്കളും. അവർ മരിച്ചെന്നാ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മരിച്ചു ഒരിക്കൽ താനും എൻ്റെ അമ്മയും മരിച്ചെന്ന് വിചാരിച്ചാടോ താൻ ഇതുവരെ ജീവിച്ചത്. പോകാം. വിക്രം പറയാണ്, അച്ഛനെ ഇനിയൊരു വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പ്രകാശൻ ഞെട്ടുകയാണ്. അതിനെൻ്റെ സപ്പോർട്ട് തേടിയാണ് വന്നതെങ്കിൽ അതിന് ഞാൻ ഒരിക്കലും അനുകൂലമല്ല. മോനെ, ഇങ്ങനൊരു മറുപടിയല്ല എന്നിൽ നിന്നും പ്രതീക്ഷിച്ചത് അല്ലേ? എന്നിട്ട് വിക്രം ചിരിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ അച്ഛാ, ഇങ്ങനൊരു കാര്യം എന്നോട് പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ നിഷ്കരണം തള്ളിക്കളഞ്ഞ അവർക്ക് പകരം എനിക്കൊരു 2ാം അമ്മയെ തന്നൂടേന്ന്. അച്ഛാ, അവരോട് പോയി പണി നോക്കാൻ പറ. അവരൊരു സ്വാർത്ഥയായ അമ്മയാണ്. സ്വന്തം സുഖം മാത്രം തേടി നടക്കുന്നൊരമ്മ. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഒരു ദിവസമെങ്കിലും അവർ എന്നെ കാണാൻ വന്നോ? എന്നെ തൂക്കിക്കൊല്ലണം എന്നും അവർ പലരോടും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ രതീഷിനെ കണ്ടായിരുന്നു, എൻ്റെ അളിയനെ. ഞാൻ ഏതെങ്കിലും വണ്ടിക്ക് അടിയിൽ കയറണമെന്ന എൻ്റെ സ്വന്തം അമ്മയുടെ ആഗ്രഹം. അങ്ങനെയുള്ള അമ്മയെ ഏതെങ്കിലും മക്കൾ സ്നേഹിക്കുമോ? അതുകൊണ്ട് അച്ഛനെടുത്തത് ശരിയായ തീരുമാനം. അത് കേട്ട് പ്രകാശന് സന്തോഷമായി. അപ്പോൾ ഇനി ആരെയും പേടിക്കാനില്ല എന്നൊരു വിശ്വാസമായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.